പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 15-ാം തീയതി ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൂടെ അമ്മ ഉണ്ടാവുമെന്ന് ഓർക്കണം ദൈവപൈതലേ. കർത്താവ്, കിടപ്പായിപ്പോയവർ, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവർ, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവർ, കർത്താവെ, പ്രഷർ വന്ന് കിടന്നു പോയവർ, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ,
പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തുമൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ. ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനോടെ ഭരിക്കും. കർത്താവേ, അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവേ, ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ വേദനിച്ച് കണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ, അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങി കിടക്കുന്നവർ, എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. എൻ്റെ പ്രിയോടെ പിന്നെ ഉണ്ടല്ലോ, ഇടയ്ക്ക് എനിക്കൊരു കൺഫ്യൂഷൻ വന്നായിരുന്നു. കൺഫ്യൂഷൻ എന്ന് വെച്ചാലേ, കർത്താവ് ഒരു വാക്ക് പറഞ്ഞില്ലേ, അതായത് 15:19 സുവിശേഷം, ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഇപ്പം ഇതിൻ്റെ എന്താ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞതേ, അതിനകത്ത് ഈ 5-ാം പ്രമാണം തൊട്ട് മോഷണം, പിന്നെ 6-ാം പ്രമാണം വിചാരം, അവൻ്റെ കള്ളസാക്ഷ്യം, കൊലപാതകം, അപ്പോൾ ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് വരുന്ന ഈശോ പറഞ്ഞത്. അപ്പോൾ എനിക്കെന്താ കൺഫ്യൂഷൻ എന്താ അറിയാവോ, വേറെ 4 പ്രമാണം ഉണ്ടല്ലോ, എന്തൊക്കെയാണ് ഇത്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്, ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്, പിന്നെന്താണ്, കർത്താവിൻ്റെ നാമം ദിവസം പരിശുദ്ധമായി ആചരിക്കണം, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. ഇത് ഹൃദയത്തിൽ നിന്നല്ല വരണത്. മറ്റ് മാത്രം എന്താ ഹൃദയത്തിൽ വരണമെന്ന് പറയാൻ കാര്യം. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട സമയത്ത് പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും ഹൃദയത്തിൽ നിന്നാണ് വരണത്. ഹൃദയത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആത്മീയ ജീവിതം നമുക്ക് സാധ്യമല്ല. അപ്പോൾ ഈശോ പറഞ്ഞ് വ്യഭിചാരം, കള്ളസാക്ഷ്യം, കൊലപാതകം ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് വരുന്നു, അതവനെ അശുദ്ധനാക്കണം. അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ച്, ഈശോ നിൻ്റെ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവരുമെന്ന് പറയണേ, അത് ഹൃദയത്തിൽ നിന്നല്ലേ ആ പാപം വരണത്. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ അതെല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് പാപങ്ങൾ എല്ലാ പാപങ്ങളും ഹൃദയത്തിൽ നിന്ന്. അതാണ് ഈശോ പറഞ്ഞിട്ടുണ്ടേ, ഹൃദയത്തിന്റെ തികവിൽ നിന്ന് അധരങ്ങൾ സംസാരിക്കണമെന്ന്. ലൂക്ക 6:45 ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഇനി എസെക്കിയേൽ 14:3 എടുത്തേ. മനുഷ്യപുത്ര ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവരുടെ പാപഹേതുക്കൾ അവരുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. അപ്പൊ ദൈവത്തിനേക്കാൾ പ്രാധാന്യം എന്തിനു കൊടുത്താലും അത് വിഗ്രഹമാണ്. എനിക്ക് അവനെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ അവളെ തന്നെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയും. ഞാൻ ശരിക്കും സഹതാപത്തോട് നോക്കി നിൽക്കും. എന്താ കാര്യം അറിയാമോ? അത് ഒന്നാമത്തെ പറയണ ദൈവദൂഷണമാണ്. കാര്യം ഇയാൾ ദൈവത്തിനെ മറന്ന് ജീവിച്ച് കണ്ട ദുരാശ കൊണ്ട് എവിടെയോ കൂടെ ഉടക്കി. ഞാൻ പ്രണയം മോശമാണെന്ന് ഞാൻ പറയണില്ല, പ്രണയം മോശമാണെന്ന് പറഞ്ഞാൽ ശരിയല്ല. അത് മനുഷ്യരാശിയിൽ പരസ്പരമുള്ള ആകർഷണങ്ങളെ വെച്ചിരിക്കണതല്ലേ അല്ലേ? പക്ഷേ ഇതിനകത്ത് ഈ പ്രണയ കെണിയും അതുപോലെ തന്നെ ഹണി ട്രാപ്പും, ഈ 14 പ്രണയങ്ങൾ ഹണി ട്രാപ്പാണ്. അപ്പോൾ അച്ഛനെന്താ ഇങ്ങനെ ഒരു അച്ചടക്കമില്ലാതെ സംസാരിക്കണം നിങ്ങൾ തോന്നും. എനിക്കിതില്ലേ പരിപാടി, ഇവിടെ ഇരുന്നുകൊണ്ട് ഈ കേൾക്കണം മുഴുവൻ അതല്ലേ. പല ആൾക്കാരും കുറച്ച് കഴിയുമ്പോൾ ബലിയാടാകും. അപ്പോൾ എന്ത് പറ്റിപ്പ് നടക്കണമുണ്ട് പ്രണയത്തിൽ. എനിക്ക് വേണ്ടത് ഞാനിപ്പോൾ ഈ ഒരു 39 കൊല്ലങ്ങളായിട്ട് കൗൺസിലിംഗ് തുടങ്ങിയിട്ട്. തലമുറ അപ്പോൾ ഒരു തലമുറ കഴിഞ്ഞു പോയി. 35 കൊല്ലമല്ലേ ഒരു തലമുറയെന്ന് പറയണത്. അപ്പോൾ ഒരു തലമുറ കഴിഞ്ഞു പോയി. പക്ഷേ എനിക്ക് മനസ്സിലാകണത് ഇപ്പോഴത്തെ തലമുറയെന്ന് പറയണത് പ്രണയത്തിനും വ്യക്തിക്കും ഒരു പ്രാധാന്യം കൊടുക്കണില്ല. അതുകൊണ്ട് അവർക്ക് എന്ത് തടയും, എന്ത് മെച്ചമുണ്ടാകും
എന്ന വിഷയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവർ ഈ പ്രേമപ്പനി പിടിച്ചൊക്കെ വന്നാലൊന്നും ഞാൻ അധികം മൈൻഡ് ചെയ്യത്തില്ല. മൈൻഡ് ചെയ്യണമല്ല, ഇവർ എന്നോട് പറയണത് ഞാൻ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഭീഷണിയൊക്കെ പറയും. ഞാനോട് തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കരുത്, കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് വെച്ച് പ്രാർത്ഥിക്കും. പക്ഷേ എന്നാലും മനസ്സിനൊരു വിഷമം. എന്താ കാര്യം? ഒരു വിഗ്രഹമല്ലേ. നീ ഇപ്പം ഇതല്ലേ പണമായിരിക്കും, ചിലർക്ക് പണമായിരിക്കും. 10 പ്രാവശ്യം എണ്ണിയല്ലേ ചില ആൾക്കാർ പണം കൊടുക്കത്തുള്ളൂ. 10 പ്രാവശ്യം തിരിച്ച് മറിച്ച് എണ്ണിയേ കൊടുക്കത്തുള്ളൂ. മത്തായി 12:34 എടുത്തേ. അണലി സന്തതികളെ ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഇത് പണ്ടുപോലെ ഇപ്പോഴും മാത്രമല്ല ഈ പണി. നല്ല അലക്കി തെച്ച വർത്തമാനം പറയണ ആൾക്കാരുണ്ട്. ദുഷ്ടത മനസ്സിൽ വെച്ചുകൊണ്ട്, കോപം, വൈരാഗ്യം, അശുദ്ധ സംഭാഷണമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അവരെ വിളിക്കണ അണലി സന്തതി എന്നാണ്. അണലി സന്തതി വിളിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അണലി, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞില്ലേ, തീപ്പാമ്പെന്ന് പറഞ്ഞ സാധനം, അതിങ്ങനെ മരുഭൂമിയിൽ ഇങ്ങനെ പൊളഞ്ഞ് താഴേക്ക് ഇങ്ങനെ മുങ്ങിയിരിക്കും. അതിൻ്റെ ആ 2 ചെറിയ മുള്ള് മാത്രം മുമ്പിൽ കാണാൻ പറ്റും. അടുത്ത് പോകുമ്പോൾ നമ്മൾ നമ്മളെ കൊത്തി കഴിയുമ്പോഴാണ് അയ്യോ ഈ സാരോടെ ഇപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് വരും. അപ്പം പുറമേ അലക്കി തേച്ച് ഒരു വർത്തമാനമൊക്കെ പറയും. പക്ഷേ കാര്യത്തിലെടുക്കുമ്പോൾ അവർ കറക്റ്റ് അവരാരാണ് അതാണ് നമുക്ക്. അപ്പം ഞാൻ പലപ്പോഴും ചെയ്യണത് ഇങ്ങനെയൊക്കെ ഞാൻ ടാസ്ക് കൊടുക്കും. നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഒരു ടാസ്ക് കൊടുക്കും. ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്ത് സ്വർണ്ണം ഉരച്ച് നോക്കണമല്ല, ഉരഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കണമല്ല. മിക്കവാറും ആൾക്കാരുടെ അടുത്ത് വീഴും. അത് ഐ ഹാവ് നോ ടൈം ടു വേസ്റ്റ്. ഞാനെപ്പോഴും അങ്ങനെ ആൾക്കാരുടെ ആവശ്യമില്ലാതെ സമയം വേസ്റ്റ് ചെയ്യാനില്ല. പിന്നെ നമുക്ക് സമയം എടുക്കണമെന്നുണ്ടെങ്കിൽ ആളെ നമ്മൾ തുരച്ച് നോക്കും. അത് തെറ്റൊന്നുമില്ല എൻ്റെ അകത്ത്. കാര്യം ഇതിനകത്ത് അതായത് നമ്മൾ ആരെയും നമ്മൾ സഹായിക്കാം. അത് ദുഷ്ടനെയും ശിഷ്ടനെയും എല്ലാം സഹായിക്കാം. പക്ഷേ നമ്മൾ റിലേ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ റിലേ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. മർക്കോസ് 7:9. അവൻ തുടർന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അത് കൽപ്പനയാണേ. അത് ഹൃദയത്തിൽ നിന്ന് അതിനെതിരെ വരുന്ന തിരസ്കാരങ്ങൾ, മാതാപിതാക്കന്മാരെ തിരസ്കരിക്കേണ്ടത് എവിടുന്നാ വരുന്നത്? പ്രായമായ ആൾക്കാരില്ലേ, അപ്പനായാലും അമ്മയായാലും മറ്റുള്ളവരായാലും, നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം അവർക്ക് എന്താണ് അവരുമായിട്ട് കടപ്പാട് നമുക്ക് എന്ന് ചിന്തിക്കണം. ഒരു സ്വപ്നം കണ്ടാൽ ആ വ്യക്തികൾ നിങ്ങളുടെ ബന്ധമുണ്ടെങ്കിൽ അയാൾ ജീവിച്ചിരുന്ന കാലത്ത് അയാളെ ഉപദ്രവിക്കുകയോ വിഷമിപ്പിക്കുകയോ ഒഴിവാക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ തിരുസന്നിധി പരിഹാരം ചെയ്യണമെന്നാണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം. കാര്യം ദൈവമായിട്ട് ജീവിച്ച് പോകണമെങ്കിൽ വെട്ടിപ്പും മെനയായിട്ട് പോകണമല്ല. അല്ലാതെ ഈ പറഞ്ഞ പോലെ പോയിട്ടൊരു കഥയില്ല. അദ്ദേഹത്തിന് പറ്റിപ്പാണ്. അത് ദൈവത്തിന് അറിയാമില്ല. ദൈവം പറ്റിപ്പിൽ വീഴത്തില്ല. പിന്നെ ആരാ പറ്റിപ്പിൽ വീഴണം? നമ്മൾ തന്നെയാണ്. ശ്രദ്ധിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.